വൈറ്റ്ല ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്ന് ലിഡിയ ജേക്കബ് ചേരുകയാണ്. ലിഡിയ, കോഴിക്കോട് എല്ലാവരും സന്തോഷത്തിലാണ്. 15-ാം തീയതി മുതൽ പണം മുടക്കാതെ KSRTC-യിൽ വനിതകൾക്ക് യാത്ര ചെയ്യാം. എങ്ങനെയാണ് കൊച്ചിയിൽ നിന്നുള്ള ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ? അമൽ, വളരെ പോസിറ്റീവായി പ്രതീക്ഷയോടെ തന്നെയാണ് സ്ത്രീകൾ ഇതിനെ കാണുന്നത് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജെൻഡറിന്റെ ഒരു കണക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. എത്ര സ്ത്രീകൾ ദിവസേന KSRTC-യിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്നടക്കമുള്ള കണക്കെടുപ്പൊക്കെ നടത്തിയിരുന്നു. ആ സമയത്ത് തന്നെ വലിയ പ്രതീക്ഷ സ്ത്രീകൾ പങ്കുവച്ചിരുന്നു. വലിയ പോസിറ്റീവായിട്ടാണ് സ്ത്രീകൾ ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. ചേച്ചി, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര എന്നുള്ളതാണ്. എങ്ങനെ? നല്ലതായിരുന്നു, ഏറ്റവും നല്ലതാണ്. ഇനി അങ്ങോട്ടുള്ള നല്ല വിജയമായിട്ടെ, നല്ല കാര്യത്തിന് നല്ല ആശംസ നേരുന്നു. ഇനി സൗജന്യമായി KSRTC-യിൽ യാത്ര ചെയ്യാം. സന്തോഷമാണോ? സന്തോഷമാണ്, വളരെ സന്തോഷം. അത് തന്നെയാണ്, സ്ത്രീകൾ വളരെ സന്തോഷത്തോടെയാണ് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാം. ചേച്ചി, എങ്ങനെ കാണുന്നു? KSRTC-യിൽ സൗജന്യ യാത്രയാണ് മന്ത്രിസഭ ഇപ്പൊ രൂപീകരിച്ച് ആദ്യത്തെ ഒരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. സന്തോഷം. സൗജന്യമായിട്ട് ഇനിയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ യാത്ര ചെയ്യാം. സന്തോഷം ഉണ്ടായില്ലേ? മന്ത്രിസഭ വന്നതിൽ സന്തോഷം. അത് തന്നെയാണ്, വലിയ സന്തോഷത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു KSRTC-യിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന സ്ത്രീകളുണ്ടാകും. KSRTC-യിലെ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് കൂടി നമുക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ സ്ത്രീകൾ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. ചേച്ചി, 15-ാം തീയതി മുതൽ സൗജന്യ യാത്രയാണ് മന്ത്രിസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? വളരെ സന്തോഷം. നടന്നാൽ നല്ലത്. ജൂൺ 15 മുതലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കാം, നടക്കുമായിരിക്കും. ചേച്ചി, ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര എന്നാണ് മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ തീരുമാനമാണ്. എങ്ങനെയാണ് അതിനെ ഒരു നോക്കിക്കാണുന്നത് സ്ത്രീ എന്ന രീതിയിൽ? ഗവൺമെൻറ്റിന് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ഇതാണെങ്കിലും നമ്മുടെ എക്കണോമിക്സിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വരൂലേ? അതേപോലെ ജെൻഡർ ഇക്വാളിറ്റിയിലും ഡിഫറൻസ് വരുമ്പോൾ ഒരു ഇതിന് മാത്രം ഫേവർ ചെയ്യുമ്പോൾ ഒരു നടപ്പാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടോ? അതറിയില്ല. എന്തായാലും മെജോറിറ്റി എല്ലാവർക്കും നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, ശരി. എന്തായാലും KSRTC യാത്രയുമായി ബന്ധപ്പെട്ട സൗജന്യ യാത്രയിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും സന്തോഷകരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത് അല്ലെ? ജെൻഡർ ഇക്വാലിറ്റി വേണം, ഒപ്പം തന്നെ എക്കണോമിക്സിനെ ബാധിക്കാത്ത രീതിയിൽ, അതെ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാത്ത രീതിയിൽ നടപ്പാക്കണമെന്ന് എന്നാണ് ഒരു യാത്രക്കാരി വൈറ്റിലയിൽ നിന്ന് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.